യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 92ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 27 മുതൽ 29 വരെ, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം. ഇതാണ് പോർഷൻസ്. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കല്ലുകൾ ഏവ? പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കല്ലുകൾ ഏവ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്തിലെ ഒരു അധ്യായത്തിലെ 13 വാക്യങ്ങളുടെയും അവസാനം ഒരേ സംഖ്യയാണ്. അധ്യായം ഏത്? സംഖ്യ എത്ര? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പാഠഭാഗത്തിലെ ഒരു അധ്യായത്തിലെ 13 വാക്യങ്ങളുടെയും അവസാനം ഒരേ സംഖ്യയാണ്. അധ്യായം ഏത്? സംഖ്യ എത്ര? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, യഹോവയ്ക്കുള്ളത് എന്ന് ദാവീദ് പറഞ്ഞത് എന്തെല്ലാം? യഹോവയ്ക്കുള്ളത് എന്ന് ദാവീദ് പറഞ്ഞത് എന്തെല്ലാം? നാലാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? എത്ര പ്രാവശ്യം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? എത്ര പ്രാവശ്യം? ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽ സഭയൊക്കെയും യഹോവയ്ക്ക് യാഗം കഴിച്ചത് ഒരേ സംഖ്യയിലുള്ള 3 കൂട്ടം മൃഗങ്ങളെയാണ്. സംഖ്യ എത്ര? മൃഗങ്ങൾ ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇസ്രായേൽ സഭയൊക്കെയും യഹോവയ്ക്ക് യാഗം കഴിച്ചത് ഒരേ സംഖ്യയിലുള്ള 3 കൂട്ടം മൃഗങ്ങളെയാണ്. സംഖ്യ എത്ര? മൃഗങ്ങൾ ഏവ? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആൻസേഴ്സും വിത്ത് റെഫറൻസ് വാക്യവും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ അയക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീക്ക്ലി പ്രൈസസും ഉണ്ടാവും, അതുപോലെ ഫൈനൽ പ്രൈസും ഉണ്ടാവും കേട്ടോ. ഈ ആൻസേഴ്സ് നമ്മൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.